നിന്റെ ഫോൺ കംപ്ലൈന്റ് ആയി ഡിസ്പ്ലേ പോയെന്ന് പറഞ്ഞ് എന്നിട്ട് ഇത്ര പെട്ടെന്ന് നീ ശരിയാക്കിയാ നീ 4000 വേണമെന്ന് പറഞ്ഞ എന്റെ അടുത്തല്ലേ വന്നത് പിന്നെ നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് പക്ഷെ ഇവള് ഭയങ്കര ചിരിയേട്ടാ അങ്ങനെ ചോദിച്ചു നീ അത് ചിരിക്കും നിന്റെ ചിരിയിൽ ഒരു കള്ളത്തരം ഉണ്ടല്ലോ പറയടി കള്ളി സുരുതെന്ന് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ആ ഫോൺ കടയിലെ കവലയിലെടുത്ത് ഫോൺ കട ഇട്ടേക്കുന്ന ചെറുക്കൻ എനിക്ക് ശരിയാക്കി തന്നടി എന്നിട്ട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ തന്നാ മതിയെന്ന് പറഞ്ഞു ഞാൻ പക്ഷെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് കൂടപ്പറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല പൈസ കൊടുത്താൽ തിരിച്ചു തരാത്ത കാലമുള്ളൂ അപ്പൊ നിനക്ക് എങ്ങനെ ആ ചെറുക്കൻ തന്നെന്ന് വെച്ചാൽ ഇവള് ഭയങ്കര ചിരി ഇവള് കള്ള ചിരി ആവുമ്പോ ഡൗട്ട് അടിക്കുമല്ലോ അപ്പൊ ഞാൻ ചോദിച്ചത് അതൊന്നും അല്ല പറയടി കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ അത് എടി നീ ആരോടും പറയില്ലേ ഞാൻ പറഞ്ഞു ഇല്ല പറ ഇങ്ങോട്ട് നിങ്ങൾ എന്തിരുത് അവന് നീ എന്റെ അനിയത്തിയെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ ശരി ഞാൻ നിങ്ങളെ ചേച്ചിയെ പോലെ എന്താ കാണുന്നത് പക്ഷെ ചേച്ചിയെ ഒന്നും വിളിക്കൂല കള്ളി പറയാൻ പറഞ്ഞു അപ്പഴാണ് ഫോൺ കടയിൽ ആ ചെറുക്കനില്ലേ അവനുമായിട്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചോദിച്ചു, എടി തള്ളച്ചി ഈ ആള് വളരെ കിളവി ആ കൊച്ചു ചെറുക്കനെ ഞാൻ സൂരജ് ആണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്നാ സൂരജ് അവൻ എടി ആ കൊച്ചു ചെറുക്കനായിട്ട് കിളവി എന്ന് വെച്ചുകൊണ്ട് ഓ പിന്നെ പ്രേമിക്കുന്ന എനിക്ക് പ്രായമൊക്കെ ഉണ്ടാ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു, ഇനി എന്നാലും അത് എങ്ങനെ മാച്ചായി നിനക്ക് അവന് ഇഷ്ടമാണോ നിന്നെന്ന് ചോദിച്ചു അവനോ ഇഷ്ടമുണ്ട് അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഞാൻ പോവാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇപ്പൊ എളുപ്പമുണ്ടല്ലോ വീട്ടിൽ ആരും ഇല്ലല്ലേ അത് തന്നെ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കാണാത്തെന്ന് പറഞ്ഞ് ഞാൻ ഇവളടുത്ത് ചോദിക്കുന്നു മറ്റേ സാധനങ്ങൾക്ക് വരുന്ന ഇവളിപ്പോ വരുന്നില്ലടാ അവനെ ഇങ്ങനെ ചോദിച്ചു ഇവരിപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചെന്നൊക്കെ ഇവള് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ആ സംഭവം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ബന്ധപ്പെട്ടു തുടങ്ങുമ്പോഴേക്കും ശുക്ലം പോകുന്നുണ്ടോ? ഭാര്യയുടെ മുന്നിൽ കോൺഫിഡൻസ് കുറയുന്നുണ്ടോ? 2 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയുന്നുണ്ടോ? സ്റ്റാമിന കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇത് പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൊണ്ട് തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇന്ന് സ്റ്റാമിന കൂട്ടാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൂടാതെ നമ്മുടെ ഹോർമോൺസിനെ ശരിയാക്കാനും കൂടെ സഹായിക്കുന്ന ഒരു 6 മീൽസിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ടൊക്കെയാണ് സ്റ്റാമിന കുറയുന്നത്? ഒന്നാമത് അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ, മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ, ഈ ഓവർ ടെൻഷൻ ഓവർ തിങ്കിങ് ചെയ്യുക എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഒരുപോലെ ബാധിക്കുന്നതാണ്. രണ്ടാമത്തേതായിട്ട് ലിംഗത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രക്തം കിട്ടിയില്ലെങ്കിൽ സ്റ്റാമിന അതുപോലെ കുറയും. മൂന്നാമത്തതാണ് ഉറക്കക്കുറവുണ്ടെങ്കിൽ, ഒരു 7 to 8 മണിക്കൂർ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ, അതായത് 6 മണിക്കൂറിലും താഴെ ഉറങ്ങുന്നവരിൽ എനർജി കുറവായിരിക്കും. അങ്ങനെയുള്ളവരിലും സ്റ്റാമിന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നാലാമത്തതാണ് ഹോർമോൺ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മെയിനായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ളവരിൽ സെക്സ് ഡ്രൈവും കുറവായിരിക്കും. അഞ്ചാമത്തതാണ് തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി. നമ്മൾ കുറേ ജങ്ക് ഫുഡ്സ് കഴിക്കുക, അൺടൈംലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഷുഗർ ഉള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ സ്റ്റാമിന കുറയ്ക്കുന്നതാണ്. ഇനി പെട്ടെന്ന് ശുക്ലം പോകാനും എന്തൊക്കെയാ കാരണങ്ങൾ നോക്കിയാൽ, ഒന്നാമത്തത് തന്നെ അമിതമായിട്ടുള്ള ടെൻഷന്, അതായത് നമുക്ക് കഴിയോ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട്. ബ്രെയിനെ നമ്മൾ കാമാക്കുമ്പോൾ കൺട്രോൾ കൂടും. സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്ന 6 ഭക്ഷണങ്ങൾ ഏതൊക്കെയാ നോക്കുക. അതായത് ഈ ബനാനയിൽ പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓട്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ലോ റിലീസിങ് കാർബ്സ് ആണ് അതിലുള്ളത്. അതായത് നമുക്ക് എനർജി പതുക്കെ പതുക്കെ റിലീസ് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു മീൽ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ എനർജി ആവശ്യത്തിനുള്ള എനർജി കിട്ടുകയും ചെയ്യും, നമ്മളുടെ വീക്ക്നെസ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ക്ഷീണം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടാനും ഈ ഒരു ഓട്സ് ബനാന മീൽ സഹായിക്കും. രണ്ടാമത്തേതാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. ആൽമണ്ട്സ്, വാൾനട്ട്, പിസ്ത അതുപോലുള്ള സീഡ്സും നട്ട്സും, പംകിൻ സീഡ്സ് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ശുക്ലത്തിന്റെ ഒരു ഗുണനിലവാരമുള്ള ഒരു ശുക്ലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. അത് നമുക്ക് ഒരു ലോങ് ടേം എനർജി തരികയും ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസ് കൂട്ടാനും സഹായിക്കുന്നതാണ്. മൂന്നാമത്തേതാണ് തണ്ണിമത്തനും ഡാർക്ക് ചോക്ലേറ്റും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേറ്റ് രക്തയോട്ടം കൂടുകയും ചെയ്യും, അതുകൂടെ തന്നെ നല്ലൊരു ഇറക്ഷനും സഹായിക്കുന്നതാണ്. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമത്തേതാണ് അവക്കാഡോയും മുട്ടയും. അപ്പം ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും നല്ലൊരു പെർഫോമൻസ് കിട്ടാനും സ്റ്റാമിന കിട്ടാനും അതേപോലെ തന്നെ എനർജി ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അവക്കാഡോ മുട്ടയും കഴിക്കുന്നത്.